Chapter 3 Functions Part 3 String Functions. String functions നമ്മൾ ഉപയോഗിക്കേണ്ട ഹെഡർ ഫയൽ C string ആണ്. നമ്മുടെ കമ്പൈലർ GCC ആയതുകൊണ്ടാണ് C string നമ്മൾ ഹെഡർ ഫയലായി ഉപയോഗിക്കുന്നത്. We have 5 string functions to study according to our syllabus. strlen, strcpy, strcat, strcmp and strcmpi. ഓരോന്നായി നോക്കാം. ആദ്യം strlen. strlen is used to find the length of a string. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സ്ട്രിങ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് ആണ്. ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അതാണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. അതിൻ്റെ സിൻടാക്സ് ഇതാണ് strlen ഓഫ് സ്ട്രിങ്. എക്സാമ്പിൾ, ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് str, അതിലേക്ക് വെൽക്കം എന്നുള്ള സ്ട്രിങ് അസൈൻ ചെയ്തു. ഇൻറ്റ് n ഈക്വൽ ടു strlen ഓഫ് str. n എന്ന ഇൻറ്റിജർ വേരിയബിളിലേക്ക് വെൽക്കം എന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടെത്തി സ്റ്റോർ ചെയ്യുകയാണ്. എത്രയായിരിക്കും വെൽക്കമിൻ്റെ ലെങ്ത്? 7. യെസ്, സി ഔട്ട് n ചെയ്യുമ്പോൾ 7 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നു. എക്സാമ്പിൾ 2 മറ്റൊരു രീതിയിൽ strlen യൂസ് ചെയ്തിരിക്കുകയാണ്. n ഈക്വൽ ടു strlen ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന സ്ട്രിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്? 8. അപ്പോൾ strlen ഓഫ് കമ്പ്യൂട്ടർ ഈസ് 8. Okay. Next string function is strcpy. strcpy എന്ന സ്ട്രിങ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ് കണ്ടൻറ്റ് മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാനാണ്. അതിൻ്റെ സിൻടാക്സ് താഴെ പറയുന്നുണ്ട്. strcpy ഓഫ് string 1, string 2. ഇവിടെ സ്ട്രിങ് 1ലേക്ക് സ്ട്രിങ് 2ൻ്റെ കണ്ടൻറ്റ് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. This function will copy string 2 to string 1. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ട്രിങ് 2ൻ്റെ കണ്ടൻറ്റ് സ്ട്രിങ് 1ലേക്ക് കോപ്പി ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കാം. char s1 of 10, s2 of 10. 2 ക്യാരക്ടർ അറേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. s2 എന്നുള്ള ക്യാരക്ടർ അറേക്കുള്ളിൽ വെൽക്കം എന്നുള്ള സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് strcpy ഓഫ് s1, s2 എന്ന് കൊടുക്കുന്നു. അതുവഴി എന്താ ചെയ്യുക? s2വിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വെൽക്കം എന്ന സ്ട്രിങ് s1ലേക്ക് കോപ്പി ചെയ്യുന്നു. സി ഔട്ട് s1 ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത് വെൽക്കം എന്ന സ്ട്രിങ് ആണ്. s2 കണ്ടൻറ്റ് s1ലേക്കും കോപ്പി ചെയ്യുന്നത് വഴി s1ലും s2വിലും വെൽക്കം എന്നുള്ള സ്ട്രിങ് തന്നെയാണ് സ്റ്റോർ ചെയ്തിരിക്കുക. എക്സാമ്പിൾ 2 നോക്കാം. char str of 10. ഇവിടെ ഒരു സ്ട്രിങ് അറേ ഡിക്ലെയർ ചെയ്തു. strcpy ഓഫ് str, വെൽക്കം. ഡയറക്റ്റ്ലി വെൽക്കം എന്ന സ്ട്രിങ് സെക്കൻഡ് ആർഗ്യുമെൻ്റായി കൊടുത്തിരിക്കുകയാണ്. വെൽക്കം ഈസ് കോപ്പീഡ് ടു str പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? വെൽക്കം എന്ന് തന്നെയായിരിക്കും. രണ്ടാമത്തെ എക്സാമ്പിളിൻ്റെ വ്യത്യാസം എന്താണ്? നമ്മൾ ഡയറക്റ്റ്ലി ആ സ്ട്രിങ് സെക്കൻഡ് ആർഗ്യുമെൻ്റായി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഫംഗ്ഷൻ strcat. This function is used to append one string to another string or combine two strings. അപ്പൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിലേക്ക് മറ്റൊരു സ്ട്രിങ് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് അപ്പൻഡിങ് എന്ന് പറയുക. strcat മീൻസ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ. അതുകൊണ്ടാണ് CAT എന്നുള്ള ഷോർട്ട് ഫോം അവിടെ വന്നത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിനോടൊപ്പം മറ്റൊരു സ്ട്രിങ് കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് strcat. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? സ്ട്രിങ് 1ൻ്റെയും സ്ട്രിങ് 2ൻ്റെയും ടോട്ടൽ ലെങ്ത് ആയിരിക്കും റിസൾട്ടൻറ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. സിൻടാക്സ് നോക്കാം. strcat ഓഫ് string 1, string 2. സ്ട്രിങ് 1ഉം 2ഉം ക്യാരക്ടർ അറേസ് ആണ്. അവിടെ നമുക്ക് ഡയറക്റ്റ്ലി സ്ട്രിങ് കോൺസ്റ്റൻസും കൊടുക്കാം. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ വെൽക്കം ഡയറക്റ്റ്ലി അവിടെ കൊടുത്തിരുന്നല്ലോ. അതുപോലെ ഇവിടെ ഡയറക്റ്റ്ലി
സ്ട്രിങ് കോൺസ്റ്റൻസും കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇൻ ഇഫക്റ്റ് വരുന്നത് സ്ട്രിങ് 2 ഇസ് അപ്പൻഡഡ് ടു സ്ട്രിങ് 1. സ്ട്രിങ് 1ലേക്ക് സ്ട്രിങ് 2ഉം കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു എക്സാമ്പിൾ നോക്കാം. char s1 of 20 equal to computer, s2 of 20 equal to applications. അങ്ങനെ 2 ക്യാരക്ടർ അറേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്ട്രിങ് കോൺസ്റ്റൻസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ്. strcat ഓഫ് s1, s2 എന്ന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? സ്ട്രിങ് 1 അതായത് കമ്പ്യൂട്ടർ എന്നുള്ള സ്ട്രിങ്ങിലേക്ക് ആപ്ലിക്കേഷൻസ് എന്നുള്ള സ്ട്രിങ് ജോയിൻ ചെയ്ത് വരുന്നു. cout s1 ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? s1ൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നുള്ള സ്ട്രിങ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ഫങ്ഷൻ strcmp is used to compare two strings. 2 സ്ട്രിങ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcmp. cmp is the short form for compare. സിൻടാക്സ് നോക്കാം. strcmp of string 1, string 2. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ the alphabetical order of characters in the string is considered. ആൽഫബറ്റിക്കൽ ഓർഡർ, നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡർ എന്താണ്? ABCD ആ ഒരു ഓർഡറിലാണ് പോവുക. 2 സ്ട്രിങ്സും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചാണ് കമ്പാരിസൺ പെർഫോം ചെയ്യുക. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ താഴെ തന്നിട്ടുള്ള വാല്യൂസിൽ ഏതെങ്കിലും ആയിരിക്കും കിട്ടുക. ഒന്നുകിൽ 0 കിട്ടും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ കിട്ടുന്നു. 0 കിട്ടിയാൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2 ആർ സെയിം. നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്ന വാല്യൂ 0 ആണെങ്കിൽ സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഇൻ കേസ് ഇഫ് ദ ഫംഗ്ഷൻ റിട്ടേൺസ് എ നെഗറ്റീവ് വാല്യൂ, ഒരു നെഗറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ string 1 is alphabetically lower than string 2. And the third case, this function returns a positive value if string 1 is alphabetically higher than string 2. String 1 string 2വിനേക്കാളും alphabetically higher ആണ് എങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ, ഞാൻ ഇവിടെ 2 പേരുകൾ കൊടുക്കുകയാണ്, ബോൾ ആൻഡ് ആപ്പിൾ. 2 ഓബ്ജക്ട്സിൻ്റെ പേരുകൾ ബോളും ആപ്പിളും. ഈ 2 സ്ട്രിങ്സ് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ക്യാരക്ടർ ആദ്യം ചെക്ക് ചെയ്യുന്നു. ആദ്യത്തെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ബിയും എയും. കമ്പയർ ചെയ്യുമ്പോൾ ബി ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ എ. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുക. ഇവിടെ സ്ട്രിങ് 1 എന്ന് പറയുന്നത് ബോളായിരുന്നു, സ്ട്രിങ് 2 എന്ന് പറയുന്നത് ആപ്പിൾ ആയിരുന്നു. അപ്പോൾ സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് 2 ആയതുകൊണ്ട് ദ ഫംഗ്ഷൻ വിൽ റിട്ടേൺ എ പോസിറ്റീവ് വാല്യൂ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. s1 എന്നുള്ള ക്യാരക്ടർ അറയിലേക്ക് ദീപ്തി എന്നൊരു പേര്, s2 എന്ന ക്യാരക്ടർ അറയിലേക്ക് ദിവ്യ എന്നുള്ള പേര് തന്നിട്ടുണ്ട്. ഇൻറ്റ് n എന്നുള്ള ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. n ഈക്വൽ ടു strcmp ഓഫ് s1, s2. സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. എന്നിൽ കിട്ടുന്ന വാല്യൂ 0 ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണ്? ബോത്ത് ദ സ്ട്രിങ്സ് ആർ സെയിം. എൽസ് ഇഫ് n is less than 0 ആണെങ്കിൽ cout s1 is less than s2. else cout s1 is greater than s2. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കോഡ്. ഇവിടെ നമ്മുടെ ഇൻപുട്ട്സ് എന്തൊക്കെയാണ്? ദീപ്തി ആൻഡ് ദിവ്യ. ഇവിടെ സ്ട്രിങ് കമ്പാരിസൺ നടക്കുന്നു. 2 സ്ട്രിങ്ങിൻ്റെയും ആദ്യത്തെ ക്യാരക്ടേഴ്സ് ഡി ആണ്, അതുകൊണ്ട് ഈക്വൽ ആണ്. അടുത്ത ക്യാരക്ടറിലേക്ക് പോകുന്നു. അടുത്ത ക്യാരക്ടേഴ്സ് ഇയും ഐയുമാണ്. അവിടെ ഒരു കമ്പാരിസൺ പെർഫോം ചെയ്യുന്നു. നമുക്കറിയാം ഇ ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ ഐ. ABCDEFGHI. ഇ കഴിഞ്ഞിട്ടാണ് ഐ വരുന്നത്, അതുകൊണ്ട് ഇ ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ ഐ ആണെന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും എന്ത് തന്നെയാണ്? s1 ഈസ് ലെസ് ദാൻ s2 എന്നായിരിക്കും. ഓക്കെ,
അടുത്ത ഫംഗ്ഷൻ നോക്കാം, strcmpi. അപ്പോൾ നേരത്തെ നോക്കിയത് എന്തായിരുന്നു? strcmp ഫംഗ്ഷൻ. ഇവിടെ strcmpi. ഈ i എന്നുള്ള ലെറ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നോറിംഗ് കേസസ്. i സൂചിപ്പിക്കുന്നത് എന്താണ്? ഇഗ്നോറിംഗ് കേസസ്. നമുക്കറിയാം, നമുക്ക് രണ്ട് തരത്തിൽ ആൽഫബറ്റ്സ് എഴുതാം, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ്. ദിസ് ഫംഗ്ഷൻ വിൽ ട്രീറ്റ് ദ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആസ് സെയിം ഫോർ കമ്പാരിസൺ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അപ്പർ കേസിലായാലും ലോവർ കേസിലായാലും ഒരുപോലെയാണ് ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നത്. സിൻടാക്സ് നോക്കാം. strcmpi ഓഫ് string 1, string 2. നേരത്തെ പറഞ്ഞതുപോലെ strcmpi ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ്. പക്ഷേ strcmp എന്തായിരുന്നു? strcmp ഈസ് കേസ് സെൻസിറ്റീവ് ആൻഡ് strcmpi ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ്. strcmpയും strcmpiയും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഓക്കെ, ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. ഇവിടെ s1 s2 എന്ന രണ്ട് ക്യാരക്ടർ അറേസിലേക്ക് ദീപ്തി എന്നുള്ള സ്ട്രിങ് കോൺസ്റ്റൻറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. s1ലേക്ക് ദീപ്തി എന്നുള്ളത് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് മിക്സ് ആയിട്ടും s2ലേക്ക് ദീപ്തി ഫുൾ അപ്പർ കേസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. n എന്നുള്ള ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിലേക്ക് കമ്പയർ ചെയ്ത് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും കിട്ടുക? ഇവിടെ കേസ് ഇഗ്നോർ ചെയ്യാൻ പറയുന്നുണ്ടല്ലോ, strcmpi ആണ്. അതുകൊണ്ട് തന്നെ ലോവർ കേസ് ആയാലും അപ്പർ കേസ് ആയാലും സെയിം ആണ്, കേസസ് ഇഗ്നോർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ട്രിങ്സും ഈക്വൽ ആണ് എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുക. ഈക്വൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ വിൽ ബി 0. എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള മെസ്സേജ് തന്നിട്ടുണ്ട്, സ്ട്രിങ്സ് ആർ സെയിം. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും വരിക? സ്ട്രിങ്സ് ആർ സെയിം എന്ന് ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കുന്നു. ഇപ്പോൾ ലെസ് ദാൻ ആയിരുന്നുവെങ്കിൽ s1 ഈസ് ലെസ് ദാൻ s2 എന്നും, ഗ്രേറ്റർ ദാൻ ആയിരുന്നുവെങ്കിൽ s1 ഈസ് ഗ്രേറ്റർ ദാൻ s2 എന്നും മെസ്സേജ് വരുമായിരുന്നു. നമുക്ക് ഈ ഒരു കേസിൽ രണ്ടും ദീപ്തി എന്നുള്ള സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു? 0 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. സോ സ്ട്രിങ്സ് ആർ സെയിം.